ഹലോ. അപ്പോൾ ഇതൊന്നും കണ്ട് നിങ്ങളൊന്നും വിചാരിക്കണ്ട. ഞാനിങ്ങനെ ബെഡ്റൂമിൽ കിടന്നപ്പം ഒരു വീഡിയോ എടുത്താലോ എന്നൊക്കെ വിചാരിച്ച് അങ്ങനെ കട്ടിലിൽ നിന്ന് എണീക്കുന്നത് തൊട്ട് തുടങ്ങാം എന്നൊക്കെ വിചാരിച്ച് ഞാൻ എടുത്തതാ. ആക്ച്വലി ദിസ് ഇസ് മൈ ഫസ്റ്റ് വീഡിയോ. ഞാൻ എപ്പോൾ വീഡിയോ റെക്കോർഡ് ചെയ്ത് ഓക്കെ ഒരു ഡേ ഇൻ മൈ ലൈഫ് ഉണ്ടാക്കാം എന്നൊക്കെ വിചാരിച്ചാലും അത് നടക്കാറില്ല. എന്തെങ്കിലുമൊക്കെ ബിറ്റിങ്ങനെ പോവും. അപ്പം അന്ന് ഞാനിങ്ങനെ എണീറ്റപ്പോഴത്തേക്കും ഞാൻ വിചാരിച്ചു ഒരു സ്റ്റുഡൻറ്റ് ബിരിയാണി ഉണ്ടാക്കിയാലോ ഒന്ന്. പ്രോപ്പർ ബിരിയാണി റെസിപ്പിയൊന്നും അല്ല, എന്നാലും ഞാൻ വിചാരിച്ചു നിങ്ങളൊന്ന് കാണിച്ചു തരാം ഞാൻ എങ്ങനെയാണ് ഇത് തട്ടിക്കൂട്ട് ബിരിയാണി. അപ്പം അങ്ങനെ ഞാൻ സാധനങ്ങളൊക്കെ എടുത്തു. കുറച്ച് പച്ചമുളക്, ഇഞ്ചി, വെളുത്തുള്ളി, പിന്നെ 4 ചിക്കൻ പീസ് ഞാൻ മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ ഒരു 3 സവാളയും പിന്നെ പുതിനയിലയും മല്ലിയിലയൊക്കെ ഇട്ടു. ആദ്യം പുതിനയിലയും മല്ലിയിലയൊക്കെ പിന്നെ ഇഞ്ചിയും വെളുത്തുള്ളി പിന്നെ ഈ കണ്ട സാധനങ്ങളൊക്കെ ഈ ജാറിലിട്ടിട്ട് നമ്മൾ നന്നായിട്ടൊന്ന് അരച്ചെടുക്കണം. നല്ല പേസ്റ്റായിട്ട് അരച്ചെടുക്കണം. അതാണ് മെയിൻ സംഭവം. ഇത് ആക്ച്വലി എൻ്റെ അമ്മയുടെ റെസിപ്പിയാണ്. ഞാൻ കുറച്ച് അലങ്കാരത്തിന് കുറച്ച് പെരുംജീരകം കൂടി ഇട്ടു. അറിയില്ല, ഞാൻ ഫസ്റ്റ് ടൈമാണ് ഇടുന്നത്. പക്ഷേ നൈസായിരുന്നു ഞാൻ കഴിച്ചു നോക്കിയപ്പോഴത്തേക്കും. കുറച്ചിട്ടാൽ മതി. അങ്ങനെ ഇതിങ്ങനെ നല്ല പേസ്റ്റായിട്ട് അരച്ചെടുത്തു. അതിന് നമ്മൾ നന്നായിട്ട് കഴുകിയ ചിക്കൻ വെള്ളമൊക്കെ നല്ലോണം വെള്ളം കളയണേ. വെള്ളമൊക്കെ കളഞ്ഞിട്ട് ഈ മിക്സിട്ട് നന്നായിട്ട് നമ്മൾ മിക്സ് ചെയ്യണം. ഞാൻ നല്ലോണം കഷ്ടപ്പെടുന്നുണ്ട് സ്പൂണായിട്ടിടാൻ. ഞാൻ അല്ലെങ്കിൽ കൈയും കൊണ്ടൊക്കെ അടിച്ചൊക്കെ എടുക്കണേ. ഓക്കെ. ഇനി നമ്മൾ യോഗേർട്ടാണ് ആഡ് ചെയ്യണത്. യോഗേർട്ട് നല്ല സോഫ്റ്റ് ആക്കും ചിക്കന് എന്നാണ് എൻ്റെ അമ്മ പറഞ്ഞിട്ടുള്ളത്. ഞാൻ ഇതൊക്കെ അമ്മയുടെ കയ്യിൽ നിന്ന് പഠിച്ചേക്കുന്ന കേട്ടോ. അമ്മയുടെ കൂടെ നിന്ന് അമ്മ ഉണ്ടാക്കുന്നതൊക്കെ കണ്ട് അങ്ങനെയാണ്. ആക്ച്വലി ഇത് ഒത്തൻറ്റിക് ബിരിയാണി റെസിപ്പിയൊന്നും അല്ല. ഞാൻ ഇങ്ങനെയല്ല ബിരിയാണി ഉണ്ടാക്കുന്നത്. സ്റ്റിൽ ഞാൻ പെട്ടെന്ന് ഉണ്ടാക്കാനുള്ള ഒരു ഇതിൽ ഉണ്ടാക്കുന്നതാണ്. അപ്പം ഞാനിപ്പോൾ കുറച്ച് ഉപ്പിട്ടു. അത് കഴിഞ്ഞിട്ട് ഞാൻ കുറച്ച് ഗരം മസാല ഇട്ടു, കുറച്ച്. പിന്നെ നമ്മൾ കുറച്ച് കുരുമുളക് ഇടും. കുരുമുളക് ഇടും. അങ്ങനെ ഇതൊക്കെ കൂടി ഇട്ടിട്ട് നല്ലതുപോലെ നമ്മൾ ചിക്കൻ ഒരു മസാജ് കൊടുക്കുക. അത് സ്പൂണും കൊണ്ടൊന്നും ഇട്ട് ഇളകാൻ നിൽക്കരുത്. കൈയും കൊണ്ട് ഞെരടി അങ്ങോട്ട് ഇളകിക്കോണം. നല്ലോണം മിക്സ് ചെയ്ത് മിക്സ് ചെയ്ത് അതെല്ലാം യോജിച്ചത് അതൊക്കെയാണ് അതിൻ്റെ ഒരു കൈപ്പുണ്യം എന്ന് പറയുന്നത്. നമ്മൾ അതിൽ കോംപ്രമൈസ് ചെയ്യാൻ പാടില്ല. നന്നായിട്ട് ഇളക്കി അതങ്ങ് മാറ്റി വെക്കണം. ഞാനിതിങ്ങനെ എടുക്കുമ്പോഴും ഓക്കെ ഇത് ഞാൻ എഡിറ്റ് ചെയ്യാന്നൊക്കെ വിചാരിച്ചു. പക്ഷേ എനിക്ക് എഡിറ്റ് ചെയ്യാൻ അറിയില്ല ഗൈസ്. ഇങ്ങനെ വീഡിയോ കണ്ടിട്ടില്ല, ഇങ്ങനെ ടക്ക് 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 എന്ന് കാണിക്കുമ്പോൾ അതിങ്ങനെ അരിഞ്ഞരിഞ്ഞ് വരുന്നത്. പക്ഷേ ഞാൻ അത് ഓഫ് ചെയ്തിട്ട് ഞാൻ തന്നെ അരിഞ്ഞു. അത് നല്ല സ്ലൈസായിട്ട് അരിയണേ ഒനിയൻ. എന്നിട്ട് നമ്മളൊരു പോട്ട് എടുക്കുക. നല്ല കട്ടിയുള്ള പോട്ടായിരിക്കണം. അതിലേക്ക് നമ്മൾ കുറച്ച് ഗീ ഇടുക. ഗീ ഇട്ടിട്ട് നമ്മൾ ഒത്തിരി ഗീ ഇട്ട് കഴിഞ്ഞാൽ ഗീയുടെ ഭയങ്കര ഒരു കുത്തലായിരിക്കും. അതുകൊണ്ട് നമ്മൾ കുറച്ച് ഓയിലും കൂടി ഒഴിച്ചു കൊടുക്കണം. കാരണം ഗീയിൽ ഇതായി കഴിഞ്ഞാൽ നമുക്ക് ഭയങ്കര മട്ടിക്കുന്നൊരു തരം ഫ്ലേവർ ആയിരിക്കും വരാം. അതെൻ്റെ ഒരു ഇതാണ്. എല്ലാവർക്കും എങ്ങനെയാണോ എന്ന് എനിക്കറിയില്ല. ഇഷ്ടം ഗീയിലാണ് ചെയ്യുന്നുണ്ടെങ്കിൽ ആരെങ്കിലും ഗീയിൽ ചെയ്ത് ഒലിവ് ഓയിൽ ചെയ്യാം. അതൊക്കെ നിങ്ങളുടെ പ്രിഫറൻസ്. പക്ഷെ ഗീ ചെയ്തൊരു നല്ല ടേസ്റ്റ് കിട്ടും. ഇപ്പോൾ ഇതേ ഞാനൊരു ബേ ലീഫ് എടുത്തിട്ടുണ്ട്, പിന്നെ പട്ട, പിന്നെ എൻ്റെ ഇതൊക്കെ മസാല ഉണ്ടായുള്ളൂ. പിന്നെ എന്തെന്നാ കുരുമുളക്, പിന്നെ മറ്റേ ഗ്രാമ്പൂ, അതൊക്കെ നമ്മളെല്ലാം മസാല ഇടാം. അതൊത്തിരി ഒന്ന് ജസ്റ്റ് ഒന്ന് നന്നായിട്ടൊന്ന് മൂപ്പിച്ചെടുത്തിട്ട് നമ്മൾ എന്ത് ചെയ്യും, നമ്മൾ ആദ്യം അരിഞ്ഞു വെച്ച സവാള നമ്മൾ ഇതിലേക്ക് ഇടും. ഇട്ടിട്ട് നന്നായിട്ടിട്ടിട്ട് നന്നായിട്ട് ഇത് നല്ല വഴഞ്ഞ് വരണം. എൻ്റെ കയ്യിൽ തക്കാളി ഒന്നും ഉണ്ടായില്ല. ഞാൻ പറഞ്ഞില്ലേ, ഞാൻ ഒരു തട്ടിക്കൂട്ട് ബിരിയാണി ഉണ്ടാക്കുന്നത്. ഉള്ള സാധനം വെച്ചിട്ട് ഞാൻ ഒരു ബിരിയാണി ഉണ്ടാക്കുന്നത്. ആക്ച്വലി നിങ്ങൾക്ക് തക്കാളിയൊക്കെ ഉണ്ടെങ്കിൽ തക്കാളി ഇട്ട് നല്ലതായിരിക്കും. ഞാൻ പറ്റുവാണെങ്കിൽ ഞാൻ കറക്റ്റ് എങ്ങനെയാണ് ഇതൊക്കെ തന്നെ ഇൻഗ്രീഡിയൻസ്, ബട്ട് ഉണ്ടാക്കുന്ന രീതി കുറച്ചും കൂടെ ഡിഫറെൻ്റ് ആയിട്ടാണ് ഞാൻ ഉണ്ടാക്കുന്നത്. എൻ്റെ അമ്മ ഉണ്ടാക്കുന്ന രീതി വേറെയാണ്. അപ്പം ഞാൻ അത് പറ്റുവാണെങ്കിൽ എല്ലാം ഞാൻ റെക്കോർഡ് ചെയ്തിട്ട് ഞാൻ ഇടാം. ഓക്കെ. നല്ലോണം വഴഞ്ഞു വന്നു കഴിഞ്ഞപ്പോഴത്തേക്കും നമ്മൾ നേരത്തെ മാരിനേറ്റ് ചെയ്ത് ചിക്കൻ ഓർമ്മയുണ്ടല്ലോ, നല്ലോണം അത് സെറ്റ് ആയിട്ടുണ്ടാവും. ഏകദേശം എനിക്ക് തോന്നുന്നു ഞാനൊരു 1.5 hours ഞാനത് മാരിനേറ്റ് ചെയ്തായിരുന്നു. കൂടുതലും നമ്മൾ ലേറ്റ് നൈറ്റ് മാരിനേറ്റ് ചെയ്ത് വെക്കുകയാണെങ്കിൽ അത്രയും നല്ലതായിരിക്കും. അതിങ്ങനെ തൈരൊക്കെ പിടിച്ച് നല്ല സോഫ്റ്റ് ആയിരിക്കും. പിന്നെ സവാള വഴറ്റുമ്പം ഇത്തിരി ഉപ്പ് ഇട്ടാൽ മതി അതൊന്ന് വഴഞ്ഞ് വരാൻ. ബിക്കോസ് നമ്മൾ അത്യാവശ്യത്തിന് ഉപ്പ് ഈ ചിക്കൻ്റെ മസാലയിൽ ഇട്ടിട്ടുണ്ട്. അതുകൊണ്ട് അത് ശ്രദ്ധിച്ച് വേണം നിങ്ങൾ ഇടാൻ. പിന്നെ എരിവൊക്കെ നിങ്ങളുടെ അനുസരണമൊക്കെ കുരുമുളക് എങ്ങനെയാണെന്ന് വെച്ചാൽ മാറ്റി മറിച്ചൊക്കെ ഇടണം.
പിന്നെ സ്ട്രെയിറ്റ് അരിയിലോട്ട് പോയി നിങ്ങൾ ശ്രദ്ധിച്ചോ? ഞാൻ റെക്കോർഡ് ചെയ്യാൻ മറന്നുപോയി. അതാണ് ഞാൻ ആദ്യം ഒരു പോട്ട് വയ്ക്കുക, അതിൽ കുറച്ച് ഗീ ഇടുക, എന്നിട്ട് പറ്റിയ മസാലകളൊക്കെ ഇടുക. അതായത് ഞാൻ പട്ടയും പിന്നെ ഗ്രാമ്പൊക്കെ ഇട്ട്, എന്നിട്ട് ഞാനിവിടെ ഒരു 3/4 കപ്പ് റൈസ് എടുത്തിട്ടുണ്ട്. നമ്മൾ ഇത് ജീരകശാല റൈസാണ് ഞാൻ എടുത്തേക്കുന്നത്. ആ ജീരകശാല റൈസ് നമ്മളിപ്പോൾ ഒരു 3/4 കപ്പ് റൈസ് എടുക്കുകയാണെങ്കിൽ അതിൻ്റെ ഇരട്ടി കപ്പ് വെള്ളം ഒഴിക്കണം നമ്മൾ. ഓക്കെ, ഞാൻ ആക്ച്വലി ചൂടാക്കി ഒഴിക്കാൻ മറന്നുപോയി. നിങ്ങൾ പക്ഷേ ഒരു 2 കപ്പ്, അതായത് 3/4 ഇരട്ടി, അപ്പോൾ എത്രയായി കണക്കിൽ ഞാൻ വിൽക്കാണ്. അപ്പോൾ ഒരു 1.5 കപ്പ് അങ്ങനല്ലേ പറയാം, 1.5 കപ്പ് തന്നെയല്ലേ. 3/4 2 കപ്പ് വെള്ളം ചൂടാക്കിയിട്ട് നിങ്ങൾ ഒഴിക്കണം. അപ്പോഴേക്കും ഞാനിങ്ങനെ തുറന്നു നോക്കി ചിക്കൻ്റെ അവസ്ഥ എന്താണെന്ന്. ചിക്കനൊക്കെ ഇങ്ങനെ വെന്ത് വരുന്നു, അത് നന്നായിട്ട് വേവട്ടെ. അപ്പോഴത്തേക്കും റൈസ് കുക്കാവണം. ചിക്കൻ ഞാനപ്പം അപ്പോഴേക്കും അടുപ്പ് മാറ്റി വെച്ചു, കാരണം മറ്റേത് കുഞ്ഞ് ബേണറാണ്. ഞാനപ്പോൾ അത് കുഞ്ഞ് ബേണറിലേക്ക് ചിക്കനും വെച്ചു. റൈസ് ദേ ഇങ്ങനെ നല്ലോണം തിളച്ച് വന്നിട്ടുണ്ട്. വന്നു കഴിഞ്ഞപ്പോഴത്തേക്കും ഓക്കെ, പിന്നെ ഞാൻ വിചാരിച്ചു സാലഡ് ഉണ്ടാക്കാം. അതും ഞാൻ റെക്കോർഡ് ചെയ്യാൻ മറന്നുപോയി. ഞാൻ കുക്കുമ്പർ മാത്രം അപ്പോൾ വരും, കുക്കുമ്പർ മാത്രം അരിഞ്ഞിട്ട് ബാക്കി ഞാൻ എടുക്കാൻ മറന്നുപോയി. അപ്പോഴേക്കും കിച്ചണിൽ വേറെ, ഇത് ഷെയർഡ് കിച്ചണാണ്, അപ്പോൾ വേറെ ആൾക്കാർ വന്നു, അപ്പോൾ എനിക്ക് റെക്കോർഡ് ചെയ്യാൻ പറ്റിയില്ല. അപ്പോൾ ഇത് റൈസ് ഏകദേശം ഒന്ന് കുക്കായി വന്നിട്ടുണ്ട്. അപ്പോൾ ഞാൻ പ്ലാൻ ചെയ്യുന്നത് ഇത് ചിക്കനെ മേലിട്ട് കുക്ക് ചെയ്യാമെന്നാണ്. ആക്ച്വലി ഇങ്ങനെയല്ല കേട്ടോ ഞാൻ ബിരിയാണി ഉണ്ടാക്കുന്നത്, നോട്ട് ദ പോയിൻറ്റ്. ഇതെൻ്റെ തട്ടിക്കൂട്ട് ബിരിയാണിയാണ്. അപ്പോൾ ഞാൻ അതൊന്ന് വറ്റി വന്നപ്പോഴത്തേക്കും ബാക്കി അത് കുക്കാവണത് ഞാൻ വിചാരിച്ചു ചിക്കൻ്റെ മേലെ നമ്മൾ സ്പ്രെഡ് ചെയ്ത് സെറ്റ് ചെയ്തിട്ട് കുക്കാക്കാമെന്നാണ് ഞാൻ വിചാരിച്ചത്. സോ ഞാനത് അങ്ങനെ വെച്ചു, അമർത്തി കൊടുത്തു. ലോ ഫ്ലെയിമിലായിരിക്കണം, ഭയങ്കര ലോ ഫ്ലെയിമിലായിരിക്കണം, അല്ലെങ്കിൽ ചിക്കനൊക്കെ അടിയിൽ കരിഞ്ഞ് അടി പിടിച്ചിരിക്കും, പിന്നെ എന്നൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല. നല്ല ലോ ഫ്ലെയിമിൽ ആയിരിക്കണം. ഞാൻ അതൊന്ന് ദം എഫക്റ്റ് വരാൻ വേണ്ടിയിട്ട് മറ്റേ തംസപ്പൊക്കെ കൊടുക്കുന്നുണ്ട്. ഓക്കെ, ഞാൻ കുറച്ച് മല്ലിയിലയും ഇതാക്കി. പിന്നെ ഞാൻ കാണിക്കാത്തൊരു സംഭവമുണ്ട്. ഞാൻ വെറുതെ ഒരു രസത്തിന് ഞാൻ ആദ്യമായിട്ട് ചെയ്യുന്ന ഒരു മഞ്ഞളും വെള്ളവും കൂടിയിട്ട് കലക്കിയിട്ട് അവിടെ ഇവിടെ ഇങ്ങനെ സ്പോട്ട് ചെയ്ത് കൊടുത്തു, കുറച്ച് മഞ്ഞ കളർ കിട്ടിക്കോട്ടെ എന്ന് വിചാരിച്ചിട്ട്. എന്നിട്ട് പിന്നെ ഞാനത് അടച്ചു വെച്ചു, കുറച്ച് നേരം സിമ്മിലിട്ടിട്ട് അടച്ചു വെച്ചു. അത് കഴിഞ്ഞ് ഞാൻ ഒരു ദം എഫക്റ്റ് കിട്ടാനായിട്ട് അതിൻ്റെ മേലെ നമ്മൾ ഇടികല്ലിലെടുത്ത് കമത്തി വെച്ചു. കാര്യമൊന്നുമില്ല, സൈഡിൽ കൂടെ ആവി പോകുന്നുണ്ടായി. ഓക്കെ, ഞാൻ മഞ്ഞൾ ഒഴിച്ച് കഴിഞ്ഞ് കുറച്ച് കഴിഞ്ഞപ്പോഴത്തേക്കും ഇങ്ങനെയാണ് കിട്ടിയത് ഗായ്സ്. അപ്പോൾ ഇതാണ് എൻ്റെ തട്ടിക്കൂട്ട് സ്റ്റുഡൻറ്റ് ബിരിയാണി. ഇത് ഒത്തൻറ്റിക് ബിരിയാണി അല്ല. ഇതൊക്കെ കണ്ട് ശരിക്കും ബിരിയാണി ഉണ്ടാക്കുന്നവർ ഈ വീഡിയോ കണ്ടു കഴിഞ്ഞാൽ എന്നെ വന്നടിക്കും. പക്ഷെ ഇതല്ല സംഭവം. ഇങ്ങനെയാണ് എനിക്ക് കിട്ടിയത്. ഇത് കണ്ട് ഞാൻ കച്ചമ്പറൊക്കെ ഉണ്ടാക്കി ഇങ്ങനെയാണ് ബിരിയാണി ഉണ്ടാക്കിയത്. നല്ല ടേസ്റ്റി ആയിരുന്നു. സോ എൻജോയ്. സോ ആസ് ദിസ് ഇസ് മൈ ഫസ്റ്റ് വീഡിയോ, ആരും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും റീപോസ്റ്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ഫോളോ ചെയ്യാനും മറക്കല്ലേ. ബൈ.